ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെൽമെറ്റിനെ കുറിച്ചാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ഹെൽമെറ്റ് വാങ്ങിക്കുമ്പോഴത്തേക്കും ഹെൽമെറ്റ് ഏത് സർട്ടിഫിക്കേഷനാണ് അല്ലെങ്കിൽ ഏത് ബ്രാൻഡാണ് എന്നുള്ളതല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓഫ് കോഴ്സ് അതൊരു ഫാക്ടറാണ്, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഹെൽമെറ്റിൻ്റെ ഫിറ്റ്മെൻറ്റാണ്. നമ്മുടെ തലയ്ക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഹെൽമെറ്റ് തന്നെ നമ്മൾ ചൂസ് ചെയ്യുക. സോ ഞാൻ ഹെൽമെറ്റ് വാങ്ങിച്ച ഒരു എക്സ്പീരിയൻസും എൻ്റെ കുറച്ച് അനുഭവങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് എന്ത് ടൈപ്പ് ഓഫ് ഹെൽമെറ്റാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. പലതരം ഹെൽമെറ്റ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഫുൾ ഫേസ് ഹെൽമെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഹാഫ് ഫേസ് ഹെൽമെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ചിലർ ഈ ഒരു ഏരിയയിൽ മാത്രം വന്നിട്ടൊരു സ്ട്രാപ്പ് വരുന്ന ടൈപ്പ് ഒരു ഹെൽമെറ്റ്, പിന്നെ മോട്ടോകോസ് ടൈപ്പ് ഹെൽമെറ്റ്, അതുപോലെ തന്നെ മോട്ടോകോസ് ടൈപ്പ് ആയാലും ഫുൾ ഫേസ് ഹെൽമെറ്റ് ആയാലും രണ്ട് ടൈപ്പിനും ഇതുപോലെ ഹാഫ് ഏരിയ നമുക്ക് റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ അത് വെക്കാനും പറ്റുന്ന ടൈപ്പ് ഹെൽമെറ്റ്. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഹെൽമെറ്റ് നമുക്ക് മാർക്കറ്റിൽ നോക്കിയാൽ കാണാം. അപ്പോൾ ഇതിൽ ഏത് ടൈപ്പ് ഹെൽമെറ്റ് വാങ്ങിക്കണം എന്നായിരിക്കും നമുക്ക് ഉണ്ടാകുന്ന ഫസ്റ്റ് ഒരു കൺസേൺ. അപ്പോൾ എൻ്റെ ഒരു സജഷൻ ഞാൻ പറയുന്നത് ബൈ ഓൺലി ഫുൾ ഫേസ് ഹെൽമെറ്റ്. നിങ്ങൾക്ക് സേഫ്റ്റി എന്നൊരു കാര്യം കൺസേൺ ഉണ്ടെങ്കിൽ ബൈ ഓൺലി ഫുൾ ഫേസ് ഹെൽമെറ്റ്. ആ ഒരു ഹെൽമെറ്റ് തരുന്ന പോലത്തെ സേഫ്റ്റി ഈ പറയുന്ന മറ്റൊരു ഹെൽമെറ്റുകളും തരില്ല. ഓക്കെ. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലുള്ള ഹാഫ് ഫേസ് ഹെൽമെറ്റ്സ് ഒരിക്കലും യൂസ് ചെയ്യരുത്. ഇപ്പോൾ കൂടുതലും ആൾക്കാർ ഇതിനെക്കുറിച്ച് കൺസേൺ ആണ്. അതുകൊണ്ട് റൈഡ് ചെയ്യുന്നവർ കൂടുതലും ഫുൾ ഫേസ് ഹെൽമെറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ പില്ലിയൻ റൈഡറായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ഗേൾഫ്രണ്ടോ വൈഫോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പില്ലിയനായിട്ട് കൊണ്ടുവന്ന സമയത്താണ് മിക്കപ്പോഴും യൂഷ്വലി ലേഡീസ് ഈ ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റാണ് വയ്ക്കുന്നത്. കംഫർട്ടബിൾ ആണ്, മനസ്സിലാക്കാം. പക്ഷേ വീണിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഒന്നും പറയാൻ പറ്റില്ല. പോയി കഴിഞ്ഞാൽ പോയതാണ്. നിങ്ങളുടെ കൂടെ വരുന്ന ആളെ സേഫായിട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതുപോലുള്ളൊരു ഹെൽമെറ്റ് വെച്ച് കൊണ്ടുപോകരുത്. എപ്പോഴാണ് നമുക്കൊരു അപകടം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കൊരു പ്രിക്കോഷൻ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. എനിക്ക് എല്ലാവരോടും ഉള്ളൊരു റിക്വസ്റ്റാണ്, ഒരിക്കലും ഇതുപോലുള്ള ഹെൽമെറ്റ് നിങ്ങൾക്കറിയാവുന്ന ആർക്കും സജസ്റ്റും ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങൾ വാങ്ങി ഉപയോഗിക്കാതെ ഇരിക്കുക. പിന്നെ ഫുൾ ഫേസ് ഹെൽമെറ്റ്സ് ആണ് എപ്പോഴും നല്ലത്. അതിൽ തന്നെ ഈ ഒരു മോട്ടോകോസ് ടൈപ്പ് ഹെൽമെറ്റുകൾക്ക് ആ ഒരു ഷേപ്പ് ഇഷ്ടമായതുകൊണ്ട് വാങ്ങി നോർമൽ യൂസിനും അതുപോലെ തന്നെ ടൂറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ഇഷ്ടമാണ് എൻഡ് ഓഫ് ദ ഡേ. എങ്കിലും ഞാൻ പറയുന്നത് ആ ഒരു ടൈപ്പ് ഹെൽമെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത് മെയിൻലി ഒരു മോട്ടോകോസ് ഹെൽമെറ്റ് ഡിസൈൻ ചെയ്യുന്നത് ഒരു മോട്ടോകോസ് ബൈക്ക് എപ്പോഴും ഒരു മഡ് ട്രാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാലോ, ആ ഒരു കുറച്ച് ഏരിയക്കകത്ത് അവർ റൈഡ് ചെയ്യുന്ന സമയത്ത് മാക്സിമം വെന്റിലേഷനും ആ ഒരു സ്പോട്ടിന് വരുന്ന ഇമ്പാക്ട്സ് എടുക്കാനും അതുപോലെ ആ ഒരു രീതിക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ള ഹെൽമെറ്റാണ്. ഒരിക്കലും നമുക്ക് അത് വെച്ചിട്ട് ഹൈവേയിൽ ഹൈ സ്പീഡ് ക്രൂസിങ്ങോ അല്ലെങ്കിൽ ഹൈവേ ടൂറിങ്ങോ ഒന്നും ചെയ്യാൻ ആ ഒരു ഹെൽമെറ്റ് അത്രത്തോളം കംഫർട്ടബിൾ ആയിരിക്കില്ല. ഞാനത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഒട്ടുമിക്ക ആൾക്കാരും ഹെൽമെറ്റ് എടുക്കുന്നത് ഹൈവേയിൽ ടൂറിങ് അതുപോലെ തന്നെ കമ്മ്യൂട്ടിങ് ആയിരിക്കും മേജറായിട്ട് വരുന്ന പർപ്പസ്. അപ്പോൾ ആ ഒരു പർപ്പസിന് ഈ ഹെൽമെറ്റ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഗോ ഹെഡ്. നിങ്ങൾക്ക് ഓക്കെയാണ്, ആ ഹെൽമെറ്റ് ഭയങ്കര ഇഷ്ടമാണ്, ആ ഒരു ടൈപ്പ് ഈ ഹെൽമെറ്റ് യൂസ് ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഇറ്റ്സ് നോട്ട് സോ സേഫ്. ഹെൽമെറ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കേണ്ടത് നമ്മുടെ യൂസ് എന്താണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു ഹെൽമെറ്റ് വേണം നമ്മൾ വാങ്ങിക്കാൻ. നമ്മളെല്ലാവരും തന്നെ ലോങ് ഡിസ്റ്റൻസ് ടൂറേഴ്സ് അല്ല, അതുപോലെ തന്നെ ഡെയിലി ഒരുപാട് കമ്മ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, ഒരുപാട് കമ്മ്യൂട്ട് ചെയ്യാത്ത ആൾക്കാരാണ്, പിന്നെ എല്ലാവരും റേസ് ട്രാക്കിൽ പോകുന്ന ആൾക്കാരല്ല. ഇതുപോലെ പല യൂസസ് ആയിരിക്കും ഓരോ ആൾക്കാർക്കും ഉണ്ടാവുക. സോ ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫോർ കമ്മ്യൂട്ടിംഗ് പർപ്പസ് ആണ്. അതായത് ചിലർ ഓഫീസിൽ പോകാനും വരാനും വേണ്ടി മാത്രമുള്ള യൂസ് ആയിരിക്കും. ചിലരാണെങ്കിൽ ഓഫീസ് യൂസ് കൊണ്ട് അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ കുറച്ച് ടൂറിംഗ് ഉള്ള ആൾക്കാരായിരിക്കും എന്നെപ്പോലെ. മറ്റു ചിലരാണെങ്കിൽ ഈ ഒരു ഡെലിവറി ജോബ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരുപാട് പ്രാവശ്യം ഹെൽമെറ്റ് വെക്കുകയും ഊരുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല കൺസേൺസ് ആണ്. ഇതിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഹെൽമെറ്റ് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡബിൾ ഡിയറിംഗ് ലോക്കിംഗ് സിസ്റ്റമുള്ള ഹെൽമെറ്റാണ് ഏറ്റവും സേഫ്. അതായത് നിങ്ങൾ ഈ കാണുന്ന പോലത്തെ ഒരു ഹെൽമെറ്റ്, ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം നോക്കിയതാ ഇതുപോലെ 2 റിങ്സ് ആണ് വരുന്നത്. ഈ റിങ്സിനെ ഈ ഒരു സ്ട്രാപ്പ് വെച്ചാണ് നമ്മൾ ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ളൊരു ഹെൽമെറ്റാണ് ഏറ്റവും സേഫ്. ഡ്രോബാക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഇത് വയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് ഊരാനും കുറച്ച് പാടുള്ള പരിപാടിയാണ്. നമ്മളത് ഒന്ന് യൂസ് ടു തന്നെ ആവണം വാങ്ങി കഴിയുമ്പോഴത്തേക്കും. നമുക്ക് പെട്ടെന്നൊരു ക്ലിപ്പ് ഇടുമ്പോൾ പെട്ടെന്ന് വയ്ക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് ഊരാനും പറ്റില്ല. പിന്നെ ഗ്ലൗസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുക. ഗ്ലൗസ് കിട്ടുകൊണ്ട് നമുക്കിത് ഇടാനും ഊരാനും നല്ല പാടാണ്, നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഗ്ലൗസ് ഊരിയിട്ട് നമുക്ക് ഇത് ഇടാനും ഊരാനും പറ്റുള്ളൂ. കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ്. നമുക്ക് ഇപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡെലിവറി ജോബ്സ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒന്ന് ഹെൽമെറ്റ് ഊരണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ ഹെൽമെറ്റ് ജസ്റ്റ് ഒന്ന് ഊരുമ്പോഴായിരിക്കും അടുത്ത ഡെലിവറി വരുന്നത്. അപ്പോൾ വീണ്ടും ഹെൽമെറ്റ് വയ്ക്കണം. ആ സമയത്ത് നമ്മൾ വയ്ക്കും, പിന്നെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ വീണ്ടും ഊരും. അങ്ങനെ 2-3 പ്രാവശ്യം ആകുമ്പോൾ ഈ ഒരു പ്രോസസ്സ് ആണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് മടുപ്പ് തോന്നും. അപ്പോൾ അത് കുറച്ച് പാടായിട്ടുള്ള കാര്യമാണ്. സോ അതുപോലെ തന്നെ ഒരുപാട് പ്രാവശ്യം ഹെൽമെറ്റ് വയ്ക്കാനും അതുപോലെ തന്നെ ഊരേണ്ട ആവശ്യം വരുന്നുണ്ട്. ഈ രീതിയിലുള്ള യൂസാണ് ഫുൾ കമ്മ്യൂട്ടിംഗ് പർപ്പസ് മാത്രമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഓപ്ഷനാണ് ഇതുപോലുള്ളൊരു ലോക്കിംഗ് സിസ്റ്റം. ഇതാണ് ക്വിക്ക് റിലീസ് സിസ്റ്റം. ഓക്കെ,
ഇതാകുമ്പോഴത്തേക്കും ഇതാ ജസ്റ്റ് ഈ ഒരു ക്ലിപ്പ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ക്ലിപ്പ് നമുക്ക് ജസ്റ്റ് നമ്മുടെ യൂഷ്വൽ എല്ലാ ഹെൽമെറ്റിലും കാണുന്ന പോലെ ജസ്റ്റ് ഈ ക്ലിപ്പ് ഇടുക, അതുപോലെ തന്നെ ഊരാം. പക്ഷേ ഇത് അത്ര സേഫ് അല്ല. കുറച്ച് ഹൈ സ്പീഡിലൊക്കെ പോയി സ്ക്രാഷ് ആയി കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഊരിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ആ ഒരു ഡബിൾ ഡ്യൂറിംഗ് സിസ്റ്റത്തിൻ്റെ അത്ര സേഫ്റ്റി ഈ ഒരു ഹെൽമെറ്റ് ഉണ്ടായിരിക്കില്ല. മനസ്സിലാക്കിയിട്ട് മാത്രം ഹെൽമെറ്റ് വാങ്ങിക്കുക. ഒരു കമ്മ്യൂട്ടർ ബൈക്കാണ്, അതിൽ വലിയ സ്പീഡൊന്നും എടുക്കാൻ ഒരു പ്ലാനും ഇല്ല. ആ കമ്മ്യൂട്ടിംഗ് പർപ്പസ് മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഹെൽമെറ്റ് ചൂസ് ചെയ്യാം. ഓപ്ഷൻ ഉണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇത് ഇപ്പോൾ നിങ്ങൾക്ക് അല്ല എനിക്ക് അതുപോലൊരു ഡബിൾ ഡ്യൂറിംഗ് ഉള്ള ഹെൽമെറ്റ് വേണം, നല്ല സേഫ്റ്റി എനിക്ക് കൺസേൺ ആണ്, എനിക്ക് മാക്സിമം സേഫ്റ്റി എനിക്ക് കൺസേൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഗോ അഹെഡ്. ഒരു ഡബിൾ ഡ്യൂറിംഗ് ഉള്ള ഹെൽമെറ്റ് വാങ്ങിക്കുക, യൂസ് ചെയ്യുക. കുറച്ച് ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ. അത് സഹിക്കാൻ തയ്യാറാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സാധനം ഒരു ഡബിൾ ഡ്യൂറിംഗ് ഉള്ള ഹെൽമെറ്റ് വാങ്ങിക്കുന്നത് തന്നെയാണ്. ഈ ഒരു ക്വിക്ക് റിലീസ് സിസ്റ്റമുള്ള ഹെൽമെറ്റ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഹെൽമെറ്റും നിങ്ങൾക്ക് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് ഹെൽമെറ്റ് എവിടെ നിന്ന് വാങ്ങിക്കാം എന്നുള്ളതാണ്. നമുക്ക് ഒന്നുകിൽ ഓൺലൈൻ വാങ്ങിക്കാം, ഇല്ലെങ്കിൽ നമുക്കൊരു ഷോപ്പിൽ പോയി വാങ്ങിക്കാം. ഞാൻ പറയുന്ന ഒരു കാര്യം, ഏത് ഹെൽമെറ്റ് നിങ്ങൾ വാങ്ങിച്ചാലും നിങ്ങൾ അത് ഫിസിക്കലി ഇട്ട് നോക്കാതെ ഒരിക്കലും വാങ്ങിക്കരുത്. ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോയ ഷോപ്പിലെല്ലാം ഈ ഒരു ഹെൽമെറ്റിൻ്റെ ലാർജും അതുപോലെ തന്നെ മീഡിയവും മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ സൈസ്. ഇപ്പോൾ എൻ്റെ ഹെൽമെറ്റ് MTയുടെ റിവെഞ്ച് 2 ആണ്. ട്രൈ ചെയ്തപ്പോഴത്തേക്കും ഇത് രണ്ടും മിനിമം മീഡിയവും എനിക്ക് കുറച്ച് ലൂസായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്മോളും കൂടെ ട്രൈ ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളിപ്പോൾ ഈ ഒരു പുറകിൽ കാണുന്ന ഈ ഒരു ഹെൽമെറ്റിൻ്റെ ആ കാണുന്ന ഒരു ഗ്രാഫിക്സ് അല്ലാതെ വേറൊരു ഗ്രാഫിക്സ് സ്മോൾ സൈസ് ഉണ്ടായിരുന്നു. അതെനിക്ക് ഇട്ട് നോക്കിയപ്പോൾ എനിക്കത് കറക്റ്റായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് സ്മോൾ സൈസ് തന്നെ വേണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആ ഒരു കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പോയ ഷോപ്പിലെ ആ ഒരു സെയിൽസ്മാൻ എൻ്റെ അടുത്ത് പല രീതിയിൽ എന്നെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് എന്നെ കൊണ്ട് ആ മീഡിയം സൈസ് എടുപ്പിക്കാൻ നോക്കി. ആക്ച്വലി എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത പോലെ അയാൾ പറയുന്നതെല്ലാം ഞാൻ കേട്ടോണ്ടിരുന്നു. എന്നിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ പുള്ളി പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ള രീതിയിൽ വേറെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് ആ ഒരു മീഡിയം സൈസ് ഹെൽമെറ്റ് എന്നെ കൊണ്ട് എടുപ്പിക്കാൻ നോക്കി. പക്ഷേ ഞാനത് വാങ്ങിച്ചില്ല. ഞാൻ എടുത്ത തീരുമാനം കറക്റ്റാണെന്നുള്ള നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒരു ഷോപ്പിൽ പോയി ഒരു ഹെൽമെറ്റ് വാങ്ങിക്കാൻ പോകുമ്പോൾ അവരെന്തോ പറയട്ടെ, പക്ഷേ ഞാൻ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും ഉറപ്പുവരുത്തണം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യം ആ ഹെൽമെറ്റ് ഇട്ട് നോക്കുക. ആ ഹെൽമെറ്റ് ഇടുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ 2 സ്ട്രാപ്പും ഒന്നിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നമ്മൾ ഹെൽമെറ്റ് ഇങ്ങനെ ഇടുന്ന സമയത്ത് ഹെൽമെറ്റ് ഒരിക്കലും ഈസി ആയിട്ട് ഇറങ്ങി പോകുന്ന ഒരു ഹെൽമെറ്റ് ആയിരിക്കരുത്. ഓക്കെ, ആദ്യം തന്നെ അത് ശ്രദ്ധിക്കണം. നമ്മളൊന്ന് ബലം പ്രയോഗിച്ച് നമ്മളൊന്ന് ഇടുന്ന രീതിയിലായിരിക്കണം ഹെൽമെറ്റ്. നമ്മൾ പിന്നെ പിടിച്ച് ജസ്റ്റ് ഇന്നിങ്ങനെ വിൽക്കുമ്പോൾ തന്നെ നല്ല ഈസി ആയിട്ട് ഇറങ്ങി പോകുന്ന ഹെൽമെറ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത് ലൂസായിട്ടുള്ള ഹെൽമെറ്റാണ് വാങ്ങിക്കരുത്. രണ്ടാമത്തെ കാര്യം, ആ ഹെൽമെറ്റ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ നെറ്റിയുടെ ഈ ഒരു ഏരിയയിൽ ഹെൽമെറ്റിൻ്റെ ആ ഒരു ഫ്രണ്ട് ഏരിയ ഇങ്ങനെ നിൽക്കുള്ളൂ. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വിരലൊന്ന് ഇങ്ങനെ വെച്ച് നോക്കുക. നമ്മുടെ വിരൽ ഇതിനുള്ളിലോട്ട് ഈസി ആയിട്ട് കയറി പോവുകയാണെന്ന് വിചാരിക്കുക, വാങ്ങിക്കരുത് ആ ഹെൽമെറ്റ്. നിങ്ങൾക്ക് ആ ഹെൽമെറ്റ് ലൂസാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ചീക്ക് പാഡ്സ്, ഈ പാഡ്സ് രണ്ടും നമ്മുടെ മുഖത്ത് നല്ല സ്നാപ്പ് ഫിറ്റായിട്ട് നിൽക്കണം. അതായത് ഈ ഒരു രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ അനക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ഫിറ്റായിട്ട് നിൽക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ ഹെൽമെറ്റ് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് അനക്കി നോക്കുക. ഈ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെങ്കിൽ ഹെൽമെറ്റ് അനങ്ങൂല എന്ന് വെച്ചാൽ വലിയ രീതിയിൽ കിടന്ന് ആടിക്കളിക്കൂല. അത്യാവശ്യം ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ ആവുന്നുണ്ടെങ്കിൽ ലൂസാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഹെൽമെറ്റ് വാങ്ങിക്കരുത്. അപ്പോൾ ഞാൻ ആ ഒരു മീഡിയം സൈസ് ഹെൽമെറ്റ് ഇട്ട സമയത്ത് എൻ്റെ ഇവിടെ ചിക്ക് പാഡ്സ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, പക്ഷേ വിരൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് എനിക്ക് അകത്തോട്ട് കയറി പോകുന്നുണ്ട്. പിന്നെ ഇങ്ങനെ നാക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ഇങ്ങനെ ഹെൽമെറ്റ് ആവുന്നുണ്ട്. ഈ റീസൺ കൊണ്ടാണ് ഞാൻ ആ ഹെൽമെറ്റ് വാങ്ങിക്കരുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് സ്മോൾ വേണം. ഞാൻ സ്മോൾ സൈസ് ആ ഒരു വേറെ ഗ്രാഫിക്സിലെ സ്മോൾ സൈസ് ഇട്ട് നോക്കിയപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫിറ്റായിട്ട് നിൽപ്പുണ്ട്, ഇതെല്ലാം നിൽപ്പുണ്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, ഓവറായിട്ട് അങ്ങ് ഫിറ്റ് ആവുന്ന ഹെൽമെറ്റ് വാങ്ങിക്കരുത്. അതായത് നമ്മൾ കുറച്ച് നേരം ഇട്ടൊരു 10 മിനിറ്റെങ്കിലും ഷോപ്പിനകത്ത് ചുമ്മാ നിന്നോ കുഴപ്പമില്ല. ജസ്റ്റ് ഹെൽമെറ്റ് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് അവിടെ നിൽക്കുക. ഇത് കഴിയുമ്പോൾ നോക്കുക എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ഏരിയയിൽ ഒരുപാട് ഇങ്ങനെ പ്രസ്സായിട്ട് പെയിൻ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, പെയിൻ അങ്ങനെ ഒരുപാട് നമുക്കൊരു ഫിറ്റ്മെൻറ്റ് വേണം, പക്ഷേ പെയിൻ ആവുന്ന രീതിയിലുള്ള ഫിറ്റ്മെൻ്റ് ആയിരിക്കരുത്. ആ കറക്റ്റ് ന്യൂട്രലിലുള്ള ഒരു സാധനം വാങ്ങിക്കുക. കുറച്ച് സമയം ആ ഹെൽമെറ്റ് ഇട്ടിട്ട് ജസ്റ്റ് നോക്കുക എവിടെയെങ്കിലും പ്രഷർ പോയിൻറ്റ്സ് ഉണ്ടോ, ഒരുപാട് പെയിൻ വരുന്നുണ്ടോ എന്ന് നോക്കുക. വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് ഹെൽമെറ്റ് വാങ്ങിക്കാൻ പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇത് ജസ്റ്റ് ബേസ് ആയിട്ടുള്ള കാര്യമാണ്. ഇത്ര കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. നോക്കിയിട്ട് മാത്രം ഒരു ഹെൽമെറ്റിലോട്ട് വാങ്ങിക്കാനുള്ള തീരുമാനം എടുക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ വാങ്ങിച്ച സമയത്ത് ഞാൻ ഇതുപോലൊരു ഷോപ്പിൽ പോയി വേറൊരു ഗ്രാഫിക്സിൽ സ്മോൾ സൈസ് വേറെ ഗ്രാഫിക്സ് ആയിരുന്നു. ഞാനത് ഇട്ട് നോക്കി, എനിക്കത് ഓക്കെ ആണെന്ന് തോന്നി. ഞാൻ പിന്നെ ഈ ഒരു ഗ്രാഫിക്സ് എനിക്ക് ആ ടൈമിൽ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതാണ് ഈ ഹെൽമെറ്റ്. തൃശ്ശൂർ ഹെൽമെറ്റ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞ ഷോപ്പ് അത്യാവശ്യം എല്ലാവർക്കും അറിയായിരിക്കും. അവിടെ നിന്നാണ് ഞാൻ ഈ ഹെൽമെറ്റ് എടുത്തത്. വളരെ നല്ല സർവീസായിരുന്നു കണ്ടത്, വേറെ ഒന്നും പറയാനില്ല. വളരെ നല്ല നീറ്റായിട്ട് അവർ പാക്ക് ചെയ്താണ് എനിക്ക് ഹെൽമെറ്റ് അയച്ചു തന്നത്.
പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിംഗിൾ വൈസറുള്ള ഹെൽമെറ്റ് വേണോ ഡബിൾ വൈസറുള്ള ഹെൽമെറ്റ് വേണോ? ഈ ഒരു ചോദ്യത്തിന് ഞാൻ മുമ്പൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. കറക്റ്റ് ഞാൻ അതിൻ്റെ റീസൺ ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മുടെ സിംഗിൾ വൈസർ ഹെൽമെറ്റാണ് കൂടുതൽ സേഫ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹെൽമെറ്റിന് ഡ്യുവൽ വൈസർ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഒരു ഡ്യുവൽ വൈസർ ഉള്ള ഹെൽമെറ്റ് ആണെങ്കിൽ അതിൻ്റെ വൈസർ ഈ ഒരു ഏരിയയ്ക്ക് ഉള്ളിലായിരിക്കും ഇരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ഒരു ടോപ്പ് ഏരിയയിൽ ഇത്രയും ഏരിയയിൽ ഉള്ളിൽ ഹോളോ ആയിരിക്കും ഈ ഒരു വൈസർ ഉള്ളിലോട്ട് കയറിയിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം, നമ്മളൊന്ന് ക്രാഷ് ആയി കഴിഞ്ഞാൽ ഹെൽമെറ്റ് ആ ഒരു ഇമ്പാക്റ്റ് എടുക്കുന്നു. ഓക്കെ, ഏത് ഏരിയയിലാണോ ആ ഒരു ഇമ്പാക്റ്റ് എടുക്കുന്നത്. ചിലപ്പം ഹെൽമെറ്റ് ഈ ഒരു ഔട്ടർ ഷെല്ലിൽ വേറെ കുഴപ്പമൊന്നും കാണില്ല, ചെറിയൊരു സ്ക്രാച്ച് മാത്രമായിരിക്കും. എന്നാൽ പോലും ഒരു ക്രാഷ് കഴിഞ്ഞാൽ ഹെൽമെറ്റ് പിന്നെ യൂസ് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം ഇതിൻ്റെ ഇൻറ്റേർണൽ ഷെല്ലിൽ എന്തായാലും ക്രാക്ക് സംഭവിക്കും. ഓക്കെ, ഇതിപ്പോൾ ഈ ഹെൽമെറ്റ് ഒരു ഇമ്പാക്റ്റ് എടുക്കുകയാണെങ്കിൽ ആ ഇമ്പാക്റ്റ് ഉള്ളിൽ നമ്മുടെ ആ ഒരു ഉള്ളിലുള്ള ഷെല്ല് ജസ്റ്റ് ബ്രേക്ക് ആയിട്ടാണ് നമ്മുടെ തല ഈ ഒരു ഹെൽമെറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഇൻ കേസ് ഇമ്പാക്റ്റ് ഈ ഒരു ഫ്രണ്ടിലാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ ഒരു ഡബിൾ വൈസറുള്ള ഹെൽമെറ്റ് ആണെങ്കിൽ ഈ ഒരു ഏരിയ ഹോളോയാണ്, പെട്ടെന്ന് പൊട്ടിപ്പോവും. ഓക്കെ, അതായത് ഈ ഏരിയയും പൊട്ടി അടിയിലിരിക്കുന്ന വൈസറും പൊട്ടിച്ച് അതിൻ്റെ അടിയിലായിരിക്കും നമ്മുടെ ഷെല്ലുണ്ടാവുക, അതിലോട്ട് ഇമ്പാക്റ്റ് എത്തുക. അപ്പോൾ ഇത്രയും പൊട്ടുന്ന സമയത്ത് ഹെൽമെറ്റ് ബാക്കിയുള്ള ഏരിയയിലോട്ട് പെട്ടെന്ന് പൊട്ടും. നല്ലൊരു ക്രാഷ് ആണെങ്കിൽ ബാക്കിയുള്ള ഏരിയയാണ് പെട്ടെന്ന് പൊട്ടി വരും. അങ്ങനെ പൊട്ടുകയാണെങ്കിൽ ഈ ബാക്കിലുള്ള ഏരിയയ്ക്ക് നമ്മുടെ തല പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ മാറുകയാണ്. മനസ്സിലായില്ലേ?